ആഗസ്റ്റ് മാസത്തിലെ അക്ഷരമുറ്റം ആഴ്ചപ്പതിപ്പിനെ ആസ്പദമാക്കിയിട്ടുള്ള കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓരോ ചോദ്യത്തിനും ഉത്തരം പറയാൻ സമയം നൽകിയിട്ടുണ്ട്. ഒരു പേനയും പേപ്പറും എടുത്ത് ഉത്തരം എഴുതാൻ ശ്രമിക്കുക. പഠിച്ചു കഴിയാത്തവർ 1-2 തവണ വീഡിയോ കണ്ട ശേഷം മോക്ക് ടെസ്റ്റ് പോലെ അറ്റൻഡ് ചെയ്യുക. സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഏത് രോഗത്തെ നേരത്തെ കണ്ടെത്തി പ്രതിരോധിക്കാനായി നടത്തുന്ന യജ്ഞമാണ് ആരോഗ്യം ആനന്ദം? സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഏത് രോഗത്തെ നേരത്തെ കണ്ടെത്തി പ്രതിരോധിക്കാനായി നടത്തുന്ന യജ്ഞമാണ് ആരോഗ്യം ആനന്ദം? ഉത്തരം അർബുദം. അപ്പോൾ നിങ്ങൾ എന്താ ആലോചിക്കണം? ആരോഗ്യം ആനന്ദം അർബുദം. ആരോഗ്യം ആനന്ദം എന്നുള്ള യജ്ഞമാണ്, അത് അർബുദത്തിനാണ്. ഒക്കെ ആ വെച്ചിട്ടാണെന്ന് ആലോചിക്കുക. ചോദ്യം 2. ഇന്ത്യയുടെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും രൂപകൽപ്പന ചെയ്യാൻ ഉപയോഗിച്ച യുദ്ധക്കപ്പൽ ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയവും കൃത്രിമ പവിഴപ്പുറ്റും രൂപകൽപ്പന ചെയ്യാൻ ഉപയോഗിച്ച യുദ്ധക്കപ്പൽ ഏതാണ്? ഉത്തരം INS ഗുൽദാർ. ചോദ്യം 3. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ സുരക്ഷിതമായി തിരികെ നാട്ടിലെത്തിക്കാൻ നടത്തിയ ദൗത്യം ഏതാണ്? ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ സുരക്ഷിതരായി തിരികെ നാട്ടിലെത്തിക്കാൻ നടത്തിയ ദൗത്യം ഏതാണ്? ഉത്തരം ഓപ്പറേഷൻ സിന്ധു. ചോദ്യം 4. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിത ആരാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിത ആരാണ്? ഉത്തരം ക്രിസ്റ്റി കവൻട്രി. ഉത്തരം എന്താണ്? ക്രിസ്റ്റി കവൻട്രി. ചോദ്യം 5. മയൂരശിഖ ജീവിതം അനുഭവം അറിവ് ആരുടെ ആത്മകഥയാണിത്? ഒന്നുകൂടി പറയാം. മയൂരശിഖ ജീവിതം അനുഭവം അറിവ് ആരുടെ ആത്മകഥയാണ് ഇത്? MS വല്യത്താൻ. ചോദ്യം 6. ISROയുമായി ചേർന്ന് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. ISROയുമായി ചേർന്ന് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? ഉത്തരം ആസാം. ചോദ്യം 7. മൈക്രോസോഫ്റ്റ് 2025 അവതരിപ്പിച്ച കാലാവസ്ഥ പ്രവചന AI മോഡലിൻ്റെ പേരെന്താണ്? മൈക്രോസോഫ്റ്റ് 2025 അവതരിപ്പിച്ച കാലാവസ്ഥ പ്രവചന AI മോഡലിൻ്റെ പേരെന്താണ്? ഉത്തരം അറോറ. AURORA അറോറ. ചോദ്യം 8. ഇൻ്റർനെറ്റ്, ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമുള്ള അവകാശത്തിൻ്റെ ഭാഗമാണെന്നാണ് സുപ്രീം കോടതി വിധിച്ചത്? ഒന്നുകൂടി പറയാം. ഇൻ്റർനെറ്റ്, ഡിജിറ്റൽ സേവനങ്ങൾ
എന്നിവ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമുള്ള അവകാശത്തിൻ്റെ ഭാഗമാണെന്നാണ് സുപ്രീം കോടതി വിധിച്ചത്? ഉത്തരം ആർട്ടിക്കിൾ 21. ചോദ്യം 9. 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പിൽ കിരീടം നേടിയത് ആരാണ്? 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പിൽ കിരീടം നേടിയത് ആരാണ്? ഉത്തരം ദിവ്യ ദേശ്മുഖ്. ദിവ്യ ദേശ്മുഖിനാണ് 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പിൽ കിരീടം ലഭിച്ചത്. ചോദ്യം 10. അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്ന കുടുംബശ്രീ പദ്ധതി ഏതാണ്? ഒന്നുകൂടി പറയാം. അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്ന കുടുംബശ്രീ പദ്ധതി ഏതാണ്? ഉത്തരം സ്നേഹിത. ചോദ്യം 11. ഇന്ത്യയിലെ ആദ്യത്തെ മഴ മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ മഴ മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ്? ഉത്തരം മൗസിൻഡ്രം. ഇതെവിടെയാണ് മൗസിൻഡ്രം? മേഘാലയയിൽ. മേഘാലയയിലെ മൗസിൻഡ്രത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മഴ മ്യൂസിയം സ്ഥാപിതമായത്. ചോദ്യം 12. കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതമാണ് അടുത്തിടെ ചിത്രശലഭ സങ്കേതമായി മാറ്റാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്? കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതമാണ് അടുത്തിടെ ചിത്രശലഭ സങ്കേതമാക്കി മാറ്റാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്? ഉത്തരം ആറളം വന്യജീവി സങ്കേതം. ചോദ്യം 13. 2025 ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2025 ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ബാനു മുഷ്താഖ്. ചോദ്യം 14. കേരളത്തിലെ ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസ്സർ ഏതാണ്? കേരളത്തിലെ ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസ്സർ ഏതാണ്? ഉത്തരം കൈരളി. ചോദ്യം 15. കേരളത്തിലെ ഏത് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പമാണ് അതിരാണി? കേരളത്തിലെ ഏത് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പമാണ് അതിരാണി? ഉത്തരം കോഴിക്കോട്. ചോദ്യം 16. കത്തോലിക്ക സഭയുടെ പുതിയ മാർപ്പാപ്പയായി നിയമിതനായ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റ് സ്വീകരിച്ച നാമം ഏതാണ്? കത്തോലിക്ക സഭയുടെ പുതിയ മാർപ്പാപ്പയായി നിയമിതനായ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റ് സ്വീകരിച്ച നാമം ഏതാണ്? ഉത്തരം ലിയോ 14. ലിയോ 14. ചോദ്യം 17. 2025 വനിതാ വിംബിൾഡൺ ടെന്നീസ് കിരീടം നേടിയത് ആരാണ്? 2025 വനിതാ വിംബിൾഡൺ ടെന്നീസ് കിരീടം നേടിയത് ആരാണ്? ഉത്തരം ഇഗ സ്വിയാടെക്. ചോദ്യം 18. സൗരോർജം വഴി മുഴുവൻ വൈദ്യുതി ആവശ്യങ്ങളും നിറവേറ്റുന്ന
ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ്? ഒന്നുകൂടി പറയാം. സൗരോർജം വഴി മുഴുവൻ വൈദ്യുതി ആവശ്യങ്ങളും നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ്? ഉത്തരം ദിയു. ചോദ്യം 19. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിച്ച ഇൻ്റർനെറ്റ് റേഡിയോ ഏതാണ്? സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിച്ച ഇൻ്റർനെറ്റ് റേഡിയോ ഏതാണ്? ഉത്തരം റേഡിയോ നെലിക്ക. ചോദ്യം 20. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയും ISROയും സംയുക്തമായി നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ റഡാർ ഇമേജ് സാറ്റലൈറ്റ് ആയ നിസാർ പദ്ധതിയുടെ മിഷൻ ഡയറക്ടർ ആയ മലയാളി ആരാണ്? ചോദ്യം ഒന്നുകൂടി പറയാം. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയും ISROയും സംയുക്തമായി നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആയ നിസാർ പദ്ധതിയുടെ ഡയറക്ടറായ മലയാളി ആരാണ്? ഉത്തരം തോമസ് കുര്യൻ. ചോദ്യം 21. നേരത്തെ ചോദ്യത്തിൽ ഒരു നിസാർ എന്ന പദ്ധതി ഉണ്ടല്ലോ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. നിസാർ അഥവാ NISAR എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? നിസാർ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ. ഒന്നുകൂടി പറയാം. നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ. ചോദ്യം 22. മിന്നൽ പ്രളയത്തിൽ തകർന്ന ഉത്തരാഖണ്ഡിൽ ഇന്ത്യൻ സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ ഏതാണ്? ഒന്നും കൂടി പറയാം. മിന്നൽ പ്രളയത്തിൽ തകർന്ന ഉത്തരാഖണ്ഡിൽ ഇന്ത്യൻ സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ ഏതാണ്? ഉത്തരം ഓപ്പറേഷൻ ധരാലി. ചോദ്യം 23. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ വഴി ആദ്യമായി കങ്കാരുവിൻ്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം ഏതാണ്? ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ വഴി കങ്കാരുവിൻ്റെ ഭ്രൂണങ്ങൾ ആദ്യമായി സൃഷ്ടിച്ച രാജ്യം ഏതാണ്? ഉത്തരം ഓസ്ട്രേലിയ. ചോദ്യം 24. കേരളത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അതിർത്തി നിശ്ചയിച്ച സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ഒന്നുകൂടി പറയാം. കേരളത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അതിർത്തി നിശ്ചയിച്ച സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ഉത്തരം A. ഷാജഹാൻ. ചോദ്യം 25. ഭൂകമ്പ ബാധിതമായ മ്യാൻമറിൽ ഇന്ത്യ നടത്തിയ ദുരന്ത നിവാരണ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേര് എന്താണ്? ഭൂകമ്പ ബാധിതമായ മ്യാൻമറിൽ ഇന്ത്യ നടത്തിയ ദുരന്ത നിവാരണ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ഓപ്പറേഷൻ ബ്രഹ്മ. ചോദ്യം 26. GI ടാഗ് ലഭിച്ച കേരളത്തിലെ ഏക കരകൗശല ഉൽപ്പന്നമായ കണ്ണാടിപ്പായ ഏത് ജില്ലയിൽ നിന്നുള്ളതാണ്? GI ടാഗ് ലഭിച്ച കേരളത്തിലെ ഏക കരകൗശല ഉൽപ്പന്നമായ കണ്ണാടിപ്പായ ഏത് ജില്ലയിൽ നിന്നുള്ളതാണ്? ഉത്തരം ഇടുക്കി ജില്ല. ചോദ്യം 27.
ചോദ്യം 27. 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഇന്ത്യ നേടിയത് ഏത് ടീമിനെ പരാജയപ്പെടുത്തിയാണ്? ഒന്നുകൂടി പറയാം. 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഇന്ത്യ നേടിയത് ഏത് ടീമിനെ പരാജയപ്പെടുത്തിയാണ്? ഉത്തരം ന്യൂസിലാൻഡ്. ചോദ്യം 28. 78ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സിനിമയ്ക്കുള്ള പാം ഡി ഓർ പുരസ്കാരം നേടിയത് ഏതാണ്? 78ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സിനിമയ്ക്കുള്ള പാം ഡി ഓർ പുരസ്കാരം നേടിയ സിനിമ ഏതാണ്? ഉത്തരം ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡൻറ്റ്. ചോദ്യം 29. 128 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2025 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ ഇടം നേടിയ കായിക ഇനം ഏതാണ്? 128 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2025 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ ഇടം നേടിയ കായിക ഇനം ഏതാണ്? ഉത്തരം ക്രിക്കറ്റ്. ചോദ്യം 30. വാർത്തകളിൽ ഇടം നേടിയ യൗണ്ടേ പ്രഖ്യാപനം ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? വാർത്തകളിൽ ഇടം നേടിയ യൗണ്ടേ പ്രഖ്യാപനം ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മലേറിയ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടതാണ് യൗണ്ടേ പ്രഖ്യാപനം. ചോദ്യം 31. 2025 പത്മവിഭൂഷൺ നേടിയ കൗമുദിനി ലഖിയ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2025 പത്മവിഭൂഷൺ നേടിയ കൗമുദിനി ലഖിയ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കഥക് നർത്തകി. 2025 പത്മവിഭൂഷൺ നേടിയ കഥക് നർത്തകി ആരാണ്? 2025 പത്മവിഭൂഷൺ നേടിയ കഥക് നർത്തകി ആരാണ്? കൗമുദിനി ലഖിയ. ഇനി ആഴ്ചപ്പതിപ്പിലല്ലാത്ത ഒരു 3-4 ചോദ്യങ്ങൾ കൂടി തരാം കേട്ടോ. ചോദ്യം 33. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ഉത്തരം ജൂൺ 5. ചോദ്യം 34. 2025 പരിസ്ഥിതി ദിനത്തിൻ്റെ തീം അഥവാ പ്രമേയം എന്താണ്? 2025 പരിസ്ഥിതി ദിനത്തിൻ്റെ തീം അഥവാ പ്രമേയം എന്താണ്? ഉത്തരം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ചോദ്യം 35. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം NS മാധവൻ. ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം മലയാളത്തിൽ നിന്ന് ലഭിച്ചത് ആർക്കാണ്? അതായത് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം മലയാളത്തിൽ ലഭിച്ചത് ആർക്കാണ്? ഏത് കൃതി എഴുതിയതിനാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത് എന്നുകൂടി കമൻറ്റിൽ എഴുതാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ.